എടോ കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയണില്ല, നോക്കിയും കണ്ടും കൊടുക്കുക, അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. ഓൺലൈൻ പരിപാടിയൊക്കെ നിർത്തുതാത്ത, എന്നിട്ട് ജീവിക്കാൻ പഠിക്ക്. ഒന്നാമത് പോട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് എന്റെ പ്രസംഗമാണെങ്കിലും കേൾക്കരുതെന്നാ ഞാൻ. എന്തിനാ ഈ ഓൺലൈനിൽ ഇരുന്ന് കേൾക്കണേ? ഞാൻ കേട്ടിട്ട് എന്ത് പുണ്യം കിട്ടാനാ? ഓൺലൈനിൽ ഇരുന്ന് നിന്റെയൊക്കെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയത് അവിടെയല്ലേ? ഇപ്പൊ നോക്കിക്കേ, ഫർദ ഇട്ടിട്ടുണ്ട്, തലയിൽ തുണി ഇട്ടിട്ടുണ്ട്, അദബും മര്യാദയോടുകൂടി നീ ഇരുന്ന് വഴുത് കേൾക്കുന്നു. നിന്റെ വീട്ടിൽ പോയാലോ, രാവിലെ ഈ ഫോൺ അങ്ങോട്ട് ഓണാക്കിയിട്ട് അടുക്കളയിൽ ചരുവത്തി ചേർത്തങ്ങോട്ട് വെക്കും. എന്നിട്ട് നീ മീനും വെട്ടി കറിയും വെച്ച് തെക്ക് വടക്ക് നടക്ക, തലയിലും തുണിയില്ല, ഒരു തുണിയില്ല. ആലോചിക്കുക, അത് വഴുതാണോ? കളിയാക്കലല്ലേ പെങ്ങളെ? ഇത് സിറാജിന്റെ വഴുതാണെങ്കിൽ ഏത് മഹാന്റെ വഴുതാണെങ്കിലും കേൾക്കരുത്. അതിനൊരു മര്യാദയുണ്ട്, ഒരു മജ്‌ലിസിനൊരു ബഹുമാനമുണ്ട്. അത് കൊണ്ട് സമാധാനത്തിൽ ഇവിടെ ഇരുന്നിട്ട് കേൾക്ക്. ഒരു കാര്യം നിനക്കറിയോ? ഇടോ, ഒരു അറിവ് പഠിച്ചാൽ അത് ചെയ്തില്ലെങ്കിൽ അതിന് വേറെ ശിക്ഷ അള്ളാഹു തരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നേരം വെളുത്ത വൈകുന്നേരം വരെ സർവ്വ ഉസ്താദന്മാരുടെ വഴുത് കേൾക്കുന്നു. എത്ര ഇൽമു പഠിച്ചു, നീ എത്ര എണ്ണം ചെയ്യുന്നുണ്ട്? ആ അടി നീ എവിടെ തീർക്കും? അതുകൊണ്ട് എന്റെ പൊന്നാരെ സാത്താന്മാരെ, എന്റെ ആണെങ്കിലും കേൾക്കരുത്. ഞാൻ അതാ പറയുന്നത്, അതിനൊരു അദബും മര്യാദയുണ്ട്. അതോടുകൂടി കേൾക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.